Welcome to Garam Masala, the magic spices of cooking. Pepper mutton parts fry. ഇന്ന് നമുക്ക് കുരുമുളക് ചേർത്ത് എങ്ങനെ സ്പൈസിയായ മട്ടൺ പാർട്സ് ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിന്റെ കൂടെയും റൈസിന്റെ കൂടെയും എല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഇതിനുവേണ്ടി ഞാൻ 1/2 കിലോ മട്ടൺ പാർട്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ മട്ടന്റെ ലിവർ, സ്പ്ലീൻ, കിഡ്നി ഇവയെല്ലാം ഉണ്ട്. ഇതിനെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കണം. ഇനി നമുക്കിതിനെ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, 1/2 കപ്പ് ചെറിയ ഉള്ളി ഇവ ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് ഇവ ചേർത്ത് കൊടുക്കണം. ഈ കുരുമുളക് ക്രഷ് ചെയ്തെടുത്തത് തന്നെ ചേർക്കണം. കുരുമുളക് പൗഡർ ചേർത്താൽ ക്രഷ് ചെയ്തതിന്റെ അത്രയും ഫ്ലേവർ കിട്ടുകയില്ല. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിനെ നമുക്ക് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെക്കണം. അതിനുശേഷം നമുക്കിതിനെ വേവിച്ചെടുക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മട്ടൺ പാർട്സിലോട്ട് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കണം. ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ മട്ടൺ പാർട്സിനെ വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമ്മുടെ മട്ടൺ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം വേവിച്ചെടുക്കാം. നമ്മുടെ മട്ടൺ കുക്കായി വന്നിട്ടുണ്ട്. ഗ്രേവി എല്ലാം നല്ല തിക്കായിട്ടുണ്ട്. ഇതിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഈ മട്ടൺ പാർട്സ് കുക്കാകുന്നതിന് വേണ്ടി അരമണിക്കൂർ എടുത്തു. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് കോക്കനട്ട് ഓയിൽ, കുറച്ച് കറിവേപ്പില ഇവ കൂടെ ചേർക്കാം. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ പാനിനെ നമുക്ക് അടച്ചു വെക്കാം. 15 മിനിറ്റിന് ശേഷം നമ്മുടെ മട്ടൺ പാർട്സിനെ നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ സ്വാദിഷ്ടമായ പെപ്പർ മട്ടൺ പാർട്സ് ഫ്രൈ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചപ്പാത്തി, അപ്പം, ഇടിയപ്പം, റൈസ് ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.